ദശകം 14 ശ്ലോകം 3. ഗരുഡോപരികാലമേകകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിത ഉല്ലസിത ആനനം വിഭോത്വം വപുഃ ആവിഷ്കുരുഷേ സ്മ കർദ്ധമായ. ഗരുഡന്റെ ഉപരി പുറത്തു കയറി, കാല മയക്കാറിൽ, മേഘത്തെ പോലെ, കമ്രം മനോഹരമായ, വിലസത് ഇരിക്കുന്ന, കേളി കളി, സരോജ താമരപ്പൂവ്, പാണി കൈ, പത്മം താമരപൂവ് പോലെ, ഹസിത മന്ദഹാസത്തോടെ, ഉല്ലസിത പ്രകാശപൂർണമായ, ആനനം മുഖം, വിഭോ ഭഗവാനെ, ത്വം അങ്ങ്, വപുഹു ശരീരം, ആവിഷ്ട പ്രത്യക്ഷ, കുരുഷേ പെട്ടു, സ്മ ആയിട്ട്, കർദ്ദമായ കർദ്ദമനു മുന്നിൽ. അപ്പോൾ 10,000 വർഷങ്ങൾക്ക് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് ഇരിക്കുന്ന ആ കർദ്ദമനു മുനിയുടെ ആ മുന്നിൽ എങ്ങനെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്? ഒരു ഗരുഡന്റെ പുറത്ത്. ഒരു എപ്പോഴാണോ ഒരു മയക്കാറ് മേഘത്തെ പോലെ വളരെ സുന്ദരമായ ആ കറുപ്പ് നിറത്തിലുള്ള ആ ഭഗവാൻ ആ ഗരുഡന്റെ പുറത്ത് ഇരുന്നു കൊണ്ട്, കൈകളിൽ താമരപ്പൂവ്, അതുപോലെ ആ ഭഗവാന്റെ കൈയും വളരെ മൃദുലമായ താമരപ്പൂവ് പോലെയുള്ള കൈകളിൽ ഒരു താമരപ്പൂവിനെ വെച്ചിരിക്കുന്നു. അതുപോലെ ആ മുഖം വളരെ പ്രകാശപൂർണമായിട്ട്, പ്രസന്നമായിട്ട്, മന്ദഹാസത്തോടു കൂടി ആ ഭഗവാന്റെ ശരീരം കർദ്ദമനു മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡോപരികാലമേകകമ്രം വിലസതി കേളി സരോജപാണിപത്മം ഹസിദ്ദോലസിദാനനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ. താങ്ക് യു.